രാവിലെ തന്നെ ഇതേ പുറത്തൊക്കെ വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അമ്മ ആ വെറ്റില പൊട്ടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അടുത്ത് നിന്ന് വെറ്റില നമ്മുടെ കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വെറ്റിലയാണല്ലോ. അപ്പോൾ അതേ അമ്മ തൊട്ടടുത്ത് നിന്ന് പൊട്ടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതേ പാറുമോള് സൈക്കിൾ ചവിട്ടാനൊക്കെ ഇറങ്ങി. അപ്പോൾ സൈക്കിൾ ചവിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് പാറുമോള് സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങും. പക്ഷെ റോഡാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ പാറുമോള് സൈക്കിൾ ചവിട്ടുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം. അങ്ങനെ ഇതേ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതേ നമ്മുടെ അച്ഛമ്മ വന്നു കേട്ടോ. അച്ഛമ്മ കടയിലെത്തിയപ്പോൾ ശ്രീചേട്ടൻ ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വിട്ടത് കേട്ടോ. കാരണം നല്ല ക്ഷീണമാണ്. അച്ചുമോന്ത് ക്ഷീണിച്ചു എന്ന് പറയാ 2 ദിവസം കാണാണ്ടായപ്പോഴേക്കും. അങ്ങനെ അച്ചുമോൻ്റെ സമ്മാനം കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഗ്രൂപ്പിന്. ആ പ്രൈസാണ് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി ഇത് അച്ചുമോൻ കൊണ്ടുപോയ തുണികൾ ഇങ്ങനെ ഇടാണ്. ഇതൊക്കെ തിരുമ്പി വേഗം ഇടണമല്ലോ. ആ സമയം കൊണ്ട് അമ്മ ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയിൽ എരിവ് കൂടിപ്പോയോ എന്നൊരു സംശയം എന്ന് പറഞ്ഞിട്ട് അമ്മ ഉരുളക്കിഴങ്ങ് നന്നാക്കി അതിലിടുകയാണ് കേട്ടോ. അപ്പോൾ ആറുമോള് കണ്ണ് തെറ്റിയപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചതാണ് പാറുവിനെ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ കടയിൽ പോയി ശ്രീചേട്ടൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. കടയിൽ അങ്ങനെ പാറുമോളും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാറുമോൾക്ക് ദേ ഈ വീശരി കടയിൽ നിൽക്കുന്ന കുട്ടി ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ പാറുമോൾ കുറേ നേരം അതുകൊണ്ട് കളിച്ചതാ. ആദ്യത്തേനാണ് അത് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ അത് അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാശാക്കേണ്ട പാറു, നല്ല ഭംഗിയുണ്ട് അത് കാണാനെന്ന്. അങ്ങനെ പാറുമോൾ അത് ഇഷ്ടമായിട്ടോ പാറുവിന്. അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് വന്നപ്പോൾ കട്ടപ്പാലും പിന്നെ തണ്ണിമത്തനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അങ്ങനെ ഞാൻ തണ്ണിമത്തനൊക്കെ വേഗം നുറുക്കിയെടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം കഴിച്ചു. നല്ല തണ്ണിമത്തനായിരുന്നു കേട്ടോ. ചില സമയത്ത് നമുക്ക് വാടിയത് കിട്ടില്ല, പക്ഷെ ഇത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കട്ടപ്പാലൊക്കെ ഇടിച്ചുടച്ച് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് ആദ്യം അതൊന്ന് അടിച്ചെടുത്തിട്ട് അതിന് ശേഷമാണ് തണ്ണിമത്തൻ അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും ഈ ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗി വരും, പിങ്ക് കളർ വരും. അങ്ങനെ ഞങ്ങൾക്ക് 4 പേർക്ക് ഒഴിച്ചു. ശ്രീചേട്ടനുള്ളത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു കേട്ടോ. പാറുമോള് ഇവിടെ കുടിക്കുകയാണ്. പാറുമോള് എങ്ങനെയുണ്ടായിരുന്നു ജ്യൂസ്? സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ പാറുമോള് കഴിച്ചിട്ട് അതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടിയൊക്കെ കഴിച്ചു. ശ്രീചേട്ടൻ വന്നപ്പോൾ രാത്രി വന്നപ്പോൾ വണ്ടിയുടെ സൈഡ് പൈപ്പിലൊന്നും കൊണ്ട് അത് പൊട്ടി. അങ്ങനെ ഇവിടെ ലുട്ടാപ്പിയുടെ കുന്താണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഇത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കിപ്പോഴാണ് കേട്ടോ ഈ ടെക്നിക്ക് പിടികിട്ടിയത്.